ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ തന്നെ എടുക്കണമെന്നില്ല, ബീഫ് വേണമെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രോൺസോ എഗ്ഗോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് വേവിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മസാലകൾ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് പുരട്ടി വയ്ക്കുക. മസാലയെല്ലാം പുരട്ടിയതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് മാറ്റി വയ്ക്കുക. അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഇത് പുരട്ടി വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഞാനിവിടെ പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഡീപ് ഫ്രൈ ഒന്നല്ല ചെയ്യുന്നത്. ചിക്കൻ നമ്മൾ സാധാരണ വരട്ടിയെടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കുക. ഇളക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതെല്ലാം നല്ല പോലെ വറ്റി വരണം. വറ്റി ഇത് നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അത്രയും നേരം നമ്മൾക്കിതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഞാനിതിവിടെ വേറെ അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട മയണൈസ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ബുൾസൈ വെച്ചിട്ടാണ് മയണൈസ് തയ്യാറാക്കുന്നത്. മയണൈസ് നമ്മൾക്ക് പലതരത്തിൽ തയ്യാറാക്കാം. പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് തയ്യാറാക്കാം, പച്ചമുട്ട വെച്ചിട്ടും തയ്യാറാക്കാം. ഞാനിപ്പം ഇവിടെ ബുൾസൈ വെച്ചിട്ട് തയ്യാറാക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾക്ക് 2 ബുൾസൈയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതാ ഇവിടെ 2 ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിനകത്തേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജാറോ അല്ലെങ്കിൽ മീഡിയം സൈസിലെ ജാറോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ബുൾസൈയും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ 1-2 എണ്ണം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തീരെ ചെറിയ സൈസിലുള്ള വെളുത്തുള്ളി അല്ലിയാണ്. അതുകൊണ്ട് ഞാനിവിടെ 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീരിന് പകരം വിനാഗിരി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒലിവ് ഓയിലാണ്. 1/4 കപ്പ് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അതിവിടെ ഞാൻ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരുപാട് തിക്കാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പം ഇവിടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ തിക്നെസ് ഇപ്പം കറക്റ്റ് പാകമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിരിക്കും തോറും ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. എപ്പോഴും നമ്മൾ മയണൈസ് ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉണ്ടാക്കി അന്ന് തന്നെ ഇത് തീർക്കും വേണം. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുക്കാനുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുതാക്കി എരിഞ്ഞ ലെറ്റൂസ്, ക്യാപ്സിക്കം, തക്കാളി, ക്യുക്കുംബർ, സവാള, ഇതെല്ലാം 1/2 കപ്പ് വീതം. പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞതും. ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചിക്കൻ അവിടെ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇത് ചൂടാറിയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ബ്രെഡും ബ്രെഡ് ക്രംസും കൂടെ ശരിയാക്കിയെടുക്കാം. ഞാനിവിടെ ഏകദേശം 20 ബ്രെഡ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കുമ്പോൾ സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇതാ എല്ലാത്തിൻ്റെയും സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിനകത്തേക്ക് ഇട്ട് 2-3 ട്രിപ്പായിട്ട് നമുക്ക് നല്ല പോലെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ബ്രൗൺ ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതായിരിക്കും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പം അതിൻ്റെ അരിക് മാത്രം പൊടിച്ചെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നടുഭാഗം കൂടെ പൊടിച്ചെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതും ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് എല്ലാം കൂടെ ഇതേപോലത്തെ വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കാം. നന്നായിട്ടിത് ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് കരിഞ്ഞു പോകരുത്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചൊരു നനവുള്ള പോലെയാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളമയൊക്കെ പോയിട്ട് തരികളൊന്നും തീരെ ഒട്ടാത്ത രീതിയിൽ വരും. അത്രയും നേരം നമ്മൾക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ നനവെല്ലാം കുറച്ചും കൂടെ പോയിട്ടുണ്ട്.
തരികളൊക്കെ കുറേശ്ശെ ഒട്ടാത്ത രീതിയിലാണ് വരുന്നത്. ഒന്നും കൂടെ ഇത് ഫ്രൈ ആയിട്ട് വരാനുണ്ട്. ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രെഡ് ക്രംസ് കുറേ നാൾ കേടുകൂടാതിരിക്കും. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരണം. ചൂടാറി കഴിയുമ്പോൾ വെള്ളമയം തീരെ ഇല്ലാത്ത നല്ലൊരു ബോട്ടിലാക്കിയിട്ട് വെക്കാം. കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ബോട്ടിൽ പുറത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിൽ നേരെ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാം. ഇനി ബ്രെഡ് ക്രംസ് കുറച്ച് സ്പൈസി ആക്കണം എന്നുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാനിപ്പം ഇവിടെ കുരുമുളക് പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ട് കുറച്ച് വലിയ പാത്രം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം. ക്യാരറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് വരെയൊക്കെ ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് മുമ്പ് മാത്രം ശ്രദ്ധിക്കുക. അതിൻ്റെ ഉൾഭാഗത്തെ കുരു എല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പുറം ഭാഗത്തെ ദശ മാത്രമായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഉൾഭാഗം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വെള്ളം ഒലിച്ച പോലെ ആയിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുറം ഭാഗത്തെ ദശ മാത്രം എടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ 3/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനാണ്. അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉടച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മയണൈസും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മയണൈസൊക്കെ കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നോക്കിയിട്ട് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മയണൈസിലും ഉപ്പിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ചിക്കനിലും ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രെഡും കൂടെ പെട്ടെന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 മുട്ട ഇതേപോലെ പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൽ നിന്ന് 2 എണ്ണം ഇതേപോലെ ഒരുമിച്ചെടുക്കുക. അതിനുശേഷം അത് മുട്ടയിൽ മുക്കാം. ഇനി അത് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് 2 സ്ലൈസും ഒരേ വലുപ്പമായിരിക്കണം. അതേപോലെ തന്നെ ഒരേപോലെ നമ്മൾ വെച്ചിട്ട് വേണം മുട്ടയിൽ മുക്കാനായിട്ട്. ഇനി ഇത് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുക്കുക. ഈ സമയത്ത് തന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണയും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 സ്ലൈസ് ഒരുമിച്ച് ഇതേപോലെ എല്ലാം മുക്കിയെടുക്കുക. നമ്മൾക്ക് കുറച്ചധികം ബ്രെഡ് വേണ്ടി വരും. ഇപ്പോൾ ആദ്യത്തെ ബ്രെഡ് നമ്മളോട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം മുക്കി സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ നേരത്തെ തന്നെ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അത് ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതേപോലെ ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചും മറിച്ചുവിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇത് ഫ്രൈ ആവും തോറും ഇത് കുറേശ്ശെ വീർത്ത് വരാൻ തുടങ്ങും. നന്നായി വീർത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത ബ്രെഡ് ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് 2-3 ബ്രെഡൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചധികം എണ്ണ വേണ്ടി വരും. ഞാനിപ്പം ഇവിടെ ഇതേപോലെയാണ് വറുത്തെടുക്കുന്നത്. എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ വറുത്തെടുക്കുക. ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം നല്ലപോലെ ഒട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിടുന്ന സമയത്ത് വിട്ട് വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ സൈഡും ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ടയിൽ മുക്കുമ്പോഴും ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോഴും അതിൻ്റെ അരികുവശമെല്ലാം ഒരേപോലെ വെച്ചിട്ട് വേണം നമ്മൾ മുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ബ്രെഡെല്ലാം ഇതേപോലെ പകുതിയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ബ്രെഡും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിനി ഫില്ലിംഗ് വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്നാക്ക് നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഫില്ലിംഗ് എല്ലാം വെച്ച് അപ്പം തന്നെ കഴിക്കണം. ഒരുപാട് നേരം ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ വെള്ളം ഇറങ്ങിയ പോലെ ആയിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് നേരത്തെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മയണൈസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചിക്കൻ ആക്കുന്ന രീതിയിൽ അങ്ങനെ ആക്കിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസ്, ക്യാരറ്റ് ഇതെല്ലാം കൂടിയിട്ട് വഴറ്റിയിട്ട് ആ ഒരു ഫില്ലിംഗ് ഇതിനകത്ത് വെച്ച് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾക്ക് എല്ലാ ബ്രെഡിനകത്തും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമ്മളുടെ സ്നാക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ തയ്യാറാക്കി നോക്കുക. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്.
നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്